ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും വിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അന്നേരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് 2 ദിവസത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ പോൾമോൻ്റെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് അപ്രിഷ്യേറ്റ് ചെയ്തവനെ. അപ്പം വീണ്ടും റെസിപ്പികളൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ്റെ റെസിപ്പികളുണ്ട്. അത് ഞാൻ പറഞ്ഞില്ലേ, വേണ്ടാത്ത കുറേ റെസിപ്പികളാണ്. ഈ മധുരമൊക്കെ ഒത്തിരി ചേരുന്നത്. എങ്ങനെയും വണ്ണം നമ്മൾ കുറയ്ക്കാനും, അവനും നല്ല വണ്ണമുണ്ട്, എനിക്കും ഉണ്ട്. എങ്ങനെയെങ്കിലും മധുരവും കാലറിയൊക്കെ കുറയ്ക്കാൻ നോക്കുമ്പം ഇതുകൂടെയൊക്കെ കഴിച്ച വെക്കേഷനാണ്. നമ്മൾ പിള്ളേരുടെ ഇഷ്ടത്തിനൊക്കെ നിൽക്കണം. പക്ഷേ ഇങ്ങനെ അങ്ങ് മധുരമുള്ളത് കൊടുത്താലും ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനങ്ങ് അവോയ്ഡ് ചെയ്യുന്നത്. അപ്പം ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് ഉരുളൻകിഴങ്ങൊക്കെ ഇട്ട് ഞാൻ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു മുട്ടക്കറി. അപ്പം ബ്രെഡും മുട്ടക്കറിയുമാണ്. ബ്രെഡ് ഇതുപോലെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ ചെയ്യുവാണെങ്കിൽ നല്ല അടിപൊളിയാണ്, നമുക്ക് നല്ല സോഫ്റ്റ് ബ്രെഡ് കഴിക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല. സവാളയും പച്ചമുളകും എല്ലാം ഒന്ന് വഴറ്റിയതിന് ശേഷം അതൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കുറച്ച് ബദാം വെള്ളത്തിൽ കൂത്തതും ഇച്ചിരി പെരിഞ്ചീരകമാണ് ഞാൻ ആദ്യം തട്ടിയിട്ട്. പെരുംജീരകത്തിൻ്റെ കളർ എന്താണെന്ന് അങ്ങനെ ഇരിക്കുന്നത്. നാട്ടിൽ നിന്ന് ഞാൻ ഗരം മസാല നമ്മുടെ ഇറച്ചിക്കൂട്ട് കൊണ്ടുവന്നാൽ ഒത്തിരിയും പെരുംജീരകം ഉണ്ടായിരുന്നു മതി. അപ്പോൾ അതിങ്ങനെ വെളിയിൽ നമ്മളിങ്ങനെ വെച്ചിരുന്നാൽ കുറച്ച് ഞാൻ ഫ്രിഡ്ജ് വെച്ചു, അത് പൂക്കുമെന്നും പറഞ്ഞ് ഞാനതൊന്ന് വറുത്തതാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇതെല്ലാം പെരുംജീരകവും ചേർത്തൊന്ന് അരച്ച് വെച്ചു. അപ്പോൾ ഇതിലേക്ക് പിന്നെ ഞാൻ ഇച്ചിരി മല്ലിപ്പൊടിയും ഗരം മസാലയും, പിന്നെ ഞാൻ കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് എരിവിനനുസരിച്ച്. അതോടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത്, പിന്നെ ഉരുളൻകിഴങ്ങ് ഞാൻ കുക്കറിലൊന്ന് വേവിച്ചെടുത്തായിരുന്നു. അതൊന്നിപ്പോൾ അരിഞ്ഞതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായി ഇളക്കിയിട്ട് ഇതും കൊണ്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം, ആ സ്പാച്ചിലയും കൊണ്ട് ഉരുളൻകിഴങ്ങ്. അപ്പം നല്ലൊരു ബ്രെഡ് ആകുമ്പോൾ നമുക്ക് ഇച്ചിരി ചാറൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഇച്ചിരി ചാറായിട്ടാണ് ഞാൻ എടുക്കുന്നത്. നമുക്കിവിടെ കിട്ടുന്ന ബ്രെഡ് നല്ല സോഫ്റ്റ് ബ്രെഡാണ്, കാരണം അന്നുള്ള ബ്രെഡാണ്. ഈ പാവുകാർ ഇവിടെ വരുമ്പം ഈ മുട്ടയും കൊണ്ടൊക്കെ ആൾ വരത്തില്ല എന്നും. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ബ്രെഡാണ്. പക്ഷേ നമ്മൾ ഇങ്ങനെ ഈ സ്റ്റീം കയറ്റി എടുക്കുന്ന ഉടനെ കുറേയും കൂടെ സോഫ്റ്റ് ആവും. ആ അരികൊക്കെ ഉണ്ടല്ലോ, നന്നായിട്ട് സോഫ്റ്റായിട്ടിരിക്കും. ഇനി ഈ അരപ്പൂടെ ചേർത്തിട്ട് അതൊന്ന് തിളച്ച് വന്നാൽ മതി. പിന്നെ നമുക്ക് മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കറി വെക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് ചപ്പാത്തിക്ക് കൂടെ, അപ്പം മുട്ട കാണത്തില്ല, ചിലപ്പോൾ ഫ്രീസറാണെങ്കിൽ മുട്ട ഉണ്ടെങ്കിൽ കഴിക്കും. അപ്പം അവനങ്ങനെ നിർബന്ധം പിടിക്കുവാണെങ്കിൽ പിന്നെ മുട്ടയും കൂടി ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ രാവിലെ പകുതി മുട്ട കൊടുക്കും, ഉച്ചയ്ക്ക് പകുതി മുട്ട കൊടുക്കും, അങ്ങനെ ആയിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ്. ചപ്പാത്തിക്കാകുമ്പോൾ ഇച്ചിരി ചാറ് വേണ്ട, ഇത്തിരി കൂടെ കുറുക്കി എടുക്കും. അപ്പോൾ ചായയൊക്കെ അടപ്പത്ത് വെച്ചു, പാല് തിളപ്പിക്കാൻ പിള്ളേർക്ക്, അത് ചായ തിളയ്ക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ മുട്ടയും കൂടി ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. നമ്മുടെ കറി ഇവിടെ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഈ ബ്രെഡ് എടുക്കുമ്പം പണ്ട് നമ്മൾ പനിയൊക്കെ ആയിട്ട് കിടക്കുമ്പോഴേ നാട്ടിലത്തെ മോഡേൺ ബ്രെഡ് ഉണ്ടല്ലോ, ഇച്ചിരി മധുരമുള്ള ആ ബ്രെഡും കട്ടൻ കാപ്പിയുമാണ് നമ്മുടെ ഒരു ആഹാരം. അതല്ല എങ്കിൽ ബണ്ണൊക്കെ എടുക്കുമ്പോൾ ഞാൻ ആ പഴയകാലം ഓർക്കും. അപ്പം ഞാൻ ഇനി ഇഡലിപ്പാത്രം ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ആവി കയറ്റി എടുക്കട്ടെ ബ്രെഡ്. അന്നേരം ഇപ്പം കഴിക്കുന്നവർക്ക് ഞാൻ ഇതങ്ങ് ചൂടാക്കി കൊടുക്കുക. ഈ പ്രൈസനൊക്കെ കുറേ കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. പോളാന്നേലും കുറച്ച് കഴിഞ്ഞേ കഴിക്കത്തുള്ളൂ. പോൾ എണീക്കുവാണെങ്കിൽ ഇപ്പോൾ അവധിയല്ലേ, അതുകൊണ്ട് ഇച്ചിരി ലേറ്റായിട്ട് എണീറ്റാൽ മതിയല്ലേ. അപ്പോൾ എണീക്കുവാണെങ്കിൽ അവനങ്ങ് ചൂടാക്കി അങ്ങനെ കൊടുക്കും. അപ്പോൾ ഞാൻ കുറച്ചിപ്പം എടുത്ത് ഇങ്ങനെ ഒന്ന് ചൂടാക്കട്ടെ. പിന്നെ ആ അടപ്പത്ത് തന്നെ വെച്ചിരുന്നാലും മതി. പിന്നെ അവർ കഴിക്കുന്ന സമയത്ത് ഇച്ചിരിയും കൂടെ ഒന്ന് ചൂട് കയറ്റിയാൽ മതി, പെട്ടെന്നായിക്കോളും. അന്നേരം കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, നല്ല ചൂടാണ്, നല്ല സോഫ്റ്റാണ്. അത് എടുക്കുമ്പോഴേ അങ്ങ് അതാ പറയുന്നത്, ചൂടോടെ കഴിക്കണം. അടിക്കും കൊടുത്ത് പിന്നെ ഞാനിവിടെ കഴിക്കാൻ എടുത്തിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ അകത്ത് ഇവർക്കൊന്നും വേണ്ടാത്ത മുളകല്ല ഇതിന് ഈ കളറല്ല മുട്ടക്കറിക്ക് കേട്ടോ, ഒരു യെല്ലോ കളറാണ്. ഓരോ സൈഡിൽ നമ്മൾ വെച്ച് വീഡിയോ എടുക്കുന്നതനുസരിച്ചാണ് അതിൻ്റെ കളറിൽ വ്യത്യാസം വരുന്നത്. അപ്പോൾ ഈ പച്ചമുളകൊന്നും ഇവർക്കൊന്നും വേണ്ടല്ലോ, അതൊക്കെ ജാരിക്കെടുക്കും. പിന്നെ രാവിലത്തെയൊക്കെ കഴിപ്പ് കഴിഞ്ഞ് പാത്രം കഴുകക്കും, വെള്ളം വെക്കലും വെള്ളം ഒഴിക്കലും ബോട്ടിലിൽ നിറയ്ക്കലും എല്ലാം കഴിഞ്ഞ്. പിന്നെ ഇന്നെനിക്ക് അങ്ങനെ വലുതായിട്ട് കുക്കിംഗ് പരിപാടിയൊന്നുമില്ല, അല്ലാതെ കുറേ പരിപാടികളൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് കാബേജ് അരിഞ്ഞു വെച്ചായിരുന്നു. കാബേജ് തോരൻ വയ്ക്കാനായിട്ട് തുടങ്ങും കേട്ടോ.
ഇപ്പം നേരത്തെ ജിയോ മാർട്ടിൽ നിന്ന് 5 രൂപയ്ക്ക് സവാള കിട്ടുമായിരുന്നല്ലേ, ഇപ്പം അതില്ല. ഇപ്പം നോർമൽ റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഇപ്പോൾ ജിയോ മാർട്ടിൽ തന്നെ വേറൊരിത് അവർ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധനം ഓർഡർ ചെയ്യുവാണെങ്കിൽ അവർ അന്നത് കൊണ്ടുവരത്തില്ല. പിറ്റേന്ന് രാവിലെ ഏർലി മോർണിംഗ് 5 മണി തൊട്ട്, ചിലപ്പോൾ 5 മണിക്കായിരിക്കും, ചിലപ്പോൾ 6 മണി, എന്തോ അതിൽ 7 മണിക്ക് ഇപ്പുറം കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം നമ്മളിപ്പോൾ സാധനം ഓർഡർ ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം എന്തോ ടൈഡും അങ്ങനെ ഇച്ചിരി വെയിറ്റുള്ള സാധനമൊക്കെ ആയിരുന്നു. അപ്പം അവർ പാല് വല്ലതും ആണെങ്കിൽ നമ്മൾ പാലിൻ്റെ കവറ് തൂക്കിയിടുമല്ലേ, അതിൻ്റെ അകത്തിടും. അപ്പോൾ റേച്ചാൻ ഈ ഫില്ല് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ് ബെല്ലടിക്കണ്ടാന്ന്. അതുകൊണ്ട് അവർ ബെല്ലടിക്കത്തില്ല. ഒരു ദിവസം ആദ്യത്തെ നമ്മൾ ഈ ബുക്ക് ചെയ്ത് 7 ദിവസം നമുക്ക് അമൂലിൻ്റെ 1/2 ലിറ്റർ പാല് 7 ദിവസം 1/2 ലിറ്റർ വെച്ച് ഫ്രീ ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞങ്ങൾ കവർ ഇട്ട് കഴിഞ്ഞ് എന്നാൽ റേച്ചാൻ ഒന്നട വിട്ടാണ് പറഞ്ഞത്, ഡെയിലി വേണ്ട, ഓരോ ദിവസം വിട്ടിട്ട് മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഞാനങ്ങ് നമ്മുടെ പാലിൻ്റെ കവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പാല് 5 മണി, പുള്ളി 4:30 കഴിയുമ്പം വരും. അപ്പം ഞാൻ 5 മണിയാണ് പോയി പാലെടുത്തുകൊണ്ട് വന്നു. പിന്നെ ഞാൻ ഓർത്തില്ല ഇവർ കൊണ്ടുവരുമെന്നുള്ളത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കച്ചട ബക്കറ്റ് വെക്കാൻ പോകണേ, സഞ്ചിയൊന്നും ഇവിടെ ഇട്ടില്ല, അവർ ആ തറയിൽ ഇട്ടിട്ട് പോയി. അപ്പോൾ ഞാൻ ചോദിച്ചാലും പറഞ്ഞു, ചോദിച്ചാൽ ഒന്നര വിട്ട ഞാനും അങ്ങ് മറന്നു പോയായിരുന്നു. പിന്നെ ഇന്നലെ ഇങ്ങനെ ടൈഡും വേറൊത്തിരി വെയിറ്റുള്ള സാധനം ആയതുകൊണ്ട് ഞാനൊരു ബക്കറ്റ് അവിടെ നമ്മുടെ ദർവാജയുടെ കതകിൻ്റെ അവിടെ വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് അവർ പോയി. ബെല്ലടിക്കേണ്ടെന്ന് പറയുന്നത് ഉറങ്ങുമ്പം നമ്മൾ ഉണർന്നാലും ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബ് ആകുമെന്നും പറഞ്ഞാൽ നമ്മൾ ബെല്ലടിക്കേണ്ടെന്ന് പറഞ്ഞേ. അന്നേരം തോരനൊക്കെ വെച്ചിട്ട് ഇത്തിരി മീൻ മസാല പുരട്ടിയതുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളായിരുന്നു അന്നത്തെ വീഡിയോ. ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോയാണ്. ഞാൻ കോഫി പൗഡറിൻ്റെ ബോട്ടിലൊന്ന് കഴുകി വെച്ചായിരുന്നു. അപ്പോൾ രാവിലെ അതൊന്നിനും പൊട്ടിച്ചിട്ട് അവർക്കുള്ള കോഫി ഉണ്ടാക്കണം. ചില സമയത്ത് ഞാൻ അവർക്ക് മഞ്ഞൾ പാൽ കൊടുക്കും, ചിലപ്പോൾ കോഫി കൊടുക്കും. നേരത്തെയൊക്കെ ഞാൻ കോഫി പൗഡർ ഫ്രിഡ്ജിലായിരുന്നു വെക്കുന്നത്, അപ്പോൾ ഒട്ടും കട്ട പിടിക്കത്തില്ല. ഇതൊന്നും കട്ട പിടിക്കത്തില്ല. അഥവാ ബൈ ചാൻസ് ആരെങ്കിലും തുറന്നിട്ടൊക്കെ ചൊവ്വിന് അടച്ചില്ല, ഇത്തിരിയെങ്കിലും നനവ് ഉള്ള എങ്ങാനും ഇടുവാണെങ്കിൽ കട്ടയാവും. നമ്മൾ സൂക്ഷിക്കുവാണെങ്കിൽ അങ്ങനെ വെളിയിൽ വെച്ചാലും കട്ടയാവത്തില്ല. അപ്പം മാവ് ഇന്നലെ അരച്ച് വെച്ചായിരുന്നു, അതൊന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് കലക്കിയെടുക്കട്ടെ. ഇഡലിയും ദോശയൊക്കെ ഉണ്ടാക്കാം. ഒരു ദിവസം ബ്രേസറുണ്ടല്ലേ, കോഫി പൗഡർ ഇങ്ങനെ തട്ടിയിട്ടുണ്ടെന്നുണ്ടേ അവൻ അതിൻ്റെ ടേസ്റ്റ് ഒന്നറിയണമെന്ന് പറഞ്ഞ് ഞാനും ചിന്തിച്ച് ഒന്ന് ടേസ്റ്റ് നോക്കട്ടെന്ന്. ഇത് നമ്മുടെ മറ്റേ കോഫി പൗഡറിനാണെങ്കിൽ അങ്ങനെയൊന്നും കയ്പ്പ്, ഇതിനാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിന് ഒരു വല്ലാത്തൊരു കയ്പ്പല്ലേ. പ്രൈസരം അങ്ങോട്ട് നാക്കി വെച്ചതുപോലെ അയ്യോ എന്തോ എന്നും പറഞ്ഞ് അവൻ കയ്പ്പിന് പറയുന്നത് പുളി എന്നാണ് പറയുന്നത്. ഞാൻ ചോദിച്ചാൽ പുളിയോ? അവൻ ചോദിച്ചാൽ എന്തോ നിനക്ക്, അത് മരുന്ന് ചിലപ്പോൾ കുടിക്കുമ്പോൾ ഒരു ഇതില്ല. ഞാൻ പറയടാ കയ്പ്പാന്നോ? ആ കയ്പ്പാന്ന്. ഈ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറിനൊരു വല്ലാത്ത കയ്പ്പല്ലേ. അപ്പോൾ മാവൊക്കെ ഒഴിച്ച് വെച്ച് ചായ റെഡി ആയായിരുന്നു. ഇനി ചായയും കൂടെ ഒന്ന് ആറ്റിച്ചിട്ട് അവർക്ക് ചായയും കൂടെ കൊടുക്കട്ടെ. ഇതൊന്ന് ഒഴിച്ച് വെച്ചിട്ടാകുമ്പം പിന്നെ അതങ്ങ് ആയിക്കോളുമല്ലേ, എന്നിട്ട് ചായ എടുക്കാമെന്ന് വെച്ചതാണ്. ഇഡലി ആയായിരുന്നു. അപ്പം ഡാഡിക്കുള്ളത് ഞാൻ ഇപ്പോൾ ഇഡലി വേറൊരു പാത്രത്തിലോട്ട് ഇപ്പം എടുത്തിടുന്നില്ല. ഡാഡിക്കുള്ളത് ഇതിലോട്ടങ്ങ് തട്ടി എടുത്തിട്ട് ബാക്കിയുള്ളത് ഡബ്ബയ്ക്കകത്തിടാന്ന് വെച്ച്. അതാ ഗ്യാസിന് എന്തോ ഒരു പ്രശ്നമുണ്ട്, അതാ ഈ കട സൗണ്ട് കേൾക്കുന്നത്. അതങ്ങോട്ട്
ശരിക്കും അങ്ങോട്ട് ഇരിക്കത്തില്ല. ഇഡലിയും ദോശ കടലക്കറിയുണ്ട്, സാമ്പാർ. ഡാഡിക്ക് സാമ്പാർ മതി എന്ന് പറഞ്ഞ് ഞാനും സാമ്പാർ എടുക്കുന്നത്. ഇപ്പോൾ രാവിലത്തെയൊക്കെ കഴിഞ്ഞു. എനിക്കിനൊരു തോരൻ വെച്ചാൽ മതി. ഇന്നലത്തെ കറികളൊക്കെ ഉണ്ട്. എനിക്ക് ഇച്ചിരി അച്ചാർ പരിപാടിയാണ് ഈ നടക്കുന്നത്. അതാണ് ഞാനിങ്ങനെ ഇതൊക്കെ ഇന്നലത്തെയൊക്കെ ഒതുക്കി അങ്ങ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നൊരു കോവയ്ക്ക തോരൻ വെക്കാമെന്ന് വെച്ച്. കോവയ്ക്ക ഞാൻ എന്ന് തോരൻ വെക്കുന്നത് നീളത്തിലരിഞ്ഞ് ചെറുതായിട്ട് അങ്ങനെ അരിഞ്ഞാൽ, ഇങ്ങനെ വട്ടത്തിലരിഞ്ഞ് ഞാനങ്ങനെ തോരൻ വെച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ചിന്തിച്ചെന്നാൽ വട്ടത്തിലരിഞ്ഞങ്ങ് തോരൻ വെക്കാമെന്ന്, മെഴുക്കുവരട്ടി വെക്കാമെന്നും പറഞ്ഞാൽ ഇരുന്നേ. അപ്പം പിന്നെ ചിന്തിച്ചങ്ങ് തോരൻ വെക്കാമെന്ന്. മെഴുക്കുവരട്ടി ആകുമ്പം ചപ്പാത്തിക്കൊക്കെ എല്ലാം വരും, തോരനാകുമ്പം ചോറിനും കഴിക്കാമല്ലേ. അപ്പോൾ ഞാൻ സവാളയൊക്കെ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ കോവയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി അതിനൊന്ന് കുറച്ച് നേരം ഒന്ന് ഇളക്കി അതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കുറച്ച് നേരം. എന്നിട്ട് ഇച്ചിരി അടച്ചും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റിലാണ് ഞാൻ തേങ്ങ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുകൂടെ ഉണ്ടാക്കിയാൽ പിന്നെ ഇന്നത്തെ പരിപാടി അത് തീർന്നു. പിന്നെ എനിക്ക് ഇത്തിരി പ്രോൺസ് അച്ചാർ ഇടാനുണ്ട്. അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് ഇവിടെ. ഇവർക്കൊക്കെ ഇഷ്ടപ്പെട്ടത് ഞാൻ ഈ ചീച്ചി കരിയത്തില്ലേ അതുപോലെ ഉണ്ടാക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് അതൊന്ന് ഇളക്കി. അപ്പോൾ ഇതിന് ഇത്തിരി തേങ്ങ കൂടുതൽ ചേർക്കണമെന്ന് തോന്നി ഇങ്ങനെ അരിയുന്നത് കാണുമ്പോൾ. മറ്റേതിന് അത്രയും കുഴപ്പമില്ല, ഇത്രയും തേങ്ങ അതിന് കുഴപ്പമില്ല. ഇതിന് അങ്ങോട്ട് ഇട്ടിട്ട് തേങ്ങ ഇട്ടതായിട്ട് അങ്ങോട്ട് അറിയുന്നില്ല. പിന്നെ ഞാനൊന്ന് ഇളക്കി നോക്കിയിട്ട്, അപ്പോൾ ഈ പാത്രവും ഞാൻ അങ്ങനെ ചെറുതായതുകൊണ്ട് എടുക്കാറില്ല. അത് ഇച്ചിരി നമുക്ക് ഇളക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എപ്പോഴും ഞാൻ ആ 2 ചീനച്ചട്ടിയല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ 1-2 ഇരിപ്പുണ്ട്. ചെറുതായതുകൊണ്ട് ഞാനത് എടുക്കാതെ ഇങ്ങനെ വെച്ചേക്കുക. ഇന്നിപ്പോൾ ചിന്തിച്ച് ഇതങ്ങ് എടുക്കാമെന്ന് അങ്ങനെ എടുത്തതാണ്. അപ്പോൾ ആദ്യം ഇച്ചിരി തേങ്ങ ഇട്ട് ഇളക്കിയിട്ട് അത് കുറവായിട്ട് തോന്നിയപ്പം കുറച്ചുകൂടെ തേങ്ങ ഞാൻ ഇട്ട് കൊടുത്തു. അപ്പം ഇച്ചിരി കൂടെ ഇട്ടപ്പോഴാണ് ഒരു സംതൃപ്തിയായത്. പിന്നെ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.